അപ്പോൾ ഇത് കുറച്ചുകൂടെ എഫക്റ്റ് കിട്ടാനായിട്ട് കഞ്ഞിവെള്ളത്തിന് തെളി ഉപയോഗിച്ച് ഇത് ചെയ്യാം. ഇതിൻ്റെ പൂവിൽ മുഴുവൻ കിട്ടത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. വലിയ ചിലവ് വലുതെന്നല്ല, ഒട്ടും ചിലവില്ലാത്തൊരു സംഭവമാണ്. ആണീച്ചയും പെണ്ണീച്ചയും ഒരുപോലെ തന്നെ അട്രാക്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ഈച്ചകൾ ഇതിനകത്ത് വരികയും ഇത് നശിച്ചു പോവുകയും ചെയ്യും. നോക്കിയാൽ നമ്മുടെ മാവ് പൂത്ത് നിൽക്കുന്നുണ്ടോ? നമ്മളിതൊരു ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. ആ ചട്ടിയിലെ മാവ് പൂത്ത് നിൽക്കുകയാണ്. ഇതിൻ്റെ എല്ലാ ശിഖരങ്ങളിലും നിറയെ പൂ വന്നിരിക്കുകയാണ്. നമ്മൾ സാധാരണഗതിയിൽ ശിഖരങ്ങൾ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒത്തിരി ശിഖരങ്ങൾ വരികയും അതിനകത്തെല്ലാം പൂക്കൾ വരികയും ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ ശിഖരത്തിലും പൂ വന്നിരിക്കുകയാണ്. നോക്കിയാൽ ഒരു ശിഖരം പോലും പൂവില്ലാത്തതില്ല. അപ്പോൾ നിങ്ങളുടെ വീടുകളിലെല്ലാം മാവിൽ നിറയെ ഇതുപോലെ പൂക്കളുണ്ടാവും. അപ്പോൾ ഈ പൂവ് മിക്കവാറും കരിഞ്ഞു പോവുക അല്ലെങ്കിൽ കൊഴിഞ്ഞു പോവുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കൊഴിഞ്ഞു പോകാതെ നമ്മുടെ മാവിൽ നിറയെ മാങ്ങ പിടിക്കാനായിട്ട് എന്താണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു അവർ ചാനൽ. ഓക്കെ, ഇപ്പോൾ കൂടുതലും സ്ഥലമില്ലാത്തവരൊക്കെ ട്രമ്മിലാണ് വെക്കുന്നത് അല്ലേ? അപ്പോൾ ഈ ട്രമ്മിലും അല്ല ചെടിച്ചട്ടിയിലൊക്കെ വെച്ചിരിക്കുന്ന നമ്മുടെ ഈ മാവ് നിറയെ പൂക്കും കേട്ടോ. ഇതിന് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് ഇട്ട് തരാം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണണം. കാരണം ഒത്തിരി കാര്യങ്ങൾ പല സമയത്തായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇതെല്ലാം ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നോക്കിയാൽ നമ്മുടെ ഈ പൂക്കൾ നല്ല രീതിയിൽ നിൽക്കാനും കരിഞ്ഞു പോകാതിരിക്കാനും നല്ല വലിയ മാങ്ങ ഉണ്ടാകാനും ഭംഗിയായിട്ട് നല്ല രീതിയിൽ പൂക്കൾ റെഡിയായി വരാനും ഒക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സ്യൂഡോമോണസ് ആണ്. സ്യൂഡോമോണസ് മിക്കവർക്കും അറിയായിരിക്കും, ഇതൊരു ജൈവ ബാക്ടീരിയയാണ്. അപ്പോൾ ഇത് 20 ഗ്രാം 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിലാണ് നമ്മളിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. ഇത് ചെറിയ ചെടികൾക്കാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് സ്പ്രേ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആലോചിക്കും വലിയ ചെടികൾക്ക് എങ്ങനെയാണെന്ന്. ഇതുപോലെ വലിയൊരു സ്പ്രെയർ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് 5 ലിറ്ററിൻ്റെ സ്പ്രെയറാണ് കേട്ടോ. അപ്പോൾ അതിന് ഇതുപോലൊരു ഹാൻഡിലൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് എത്ര ദൂരത്ത് വേണമെങ്കിലും നമുക്ക് സ്പ്രേ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇത് 20 ഗ്രാം 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ നമുക്ക് എടുത്ത്, ഇപ്പോൾ ഞാനൊരു 2-3 ലിറ്റർ വെള്ളമാണ് എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചാണ് ഇത് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. ഈ സ്യൂഡോമോണസ് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് സ്യൂഡോമോണസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനത് നമ്മുടെ ഈ കുപ്പിയിലേക്കിട്ട് നന്നായിട്ടൊന്ന് കുലുക്കിയെടുക്കണം കേട്ടോ. എന്നാലേ നന്നായിട്ടൊന്ന് മിക്സ് ആകത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സ്പ്രെയറിലിട്ട് കഴിഞ്ഞാൽ അത്രയും അത് നന്നായിട്ട് മിക്സ് ആവത്തില്ല. അപ്പോൾ ഇത് കുറച്ചുകൂടെ എഫക്റ്റ് കിട്ടാനായിട്ട് നമ്മുടെ കഞ്ഞിവെള്ളത്തിലാണ് എടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ ഇത് പറ്റി നിൽക്കാനൊക്കെ നല്ലതാണ്. പച്ചവെള്ളം ഉപയോഗിക്കുന്നതിനേക്കാളും കഞ്ഞിവെള്ളത്തിന് തെളി ഉപയോഗിച്ച് ഇത് ചെയ്യാം. അല്ലെങ്കിൽ ഇതെടുത്തിട്ട് ബാക്കി കഞ്ഞിവെള്ളത്തിൻ്റെ തെളി എടുത്താലും മതി. അപ്പോൾ ഇനി നമുക്കിത് സ്പ്രെയറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് സ്പ്രെയറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ സ്പ്രെയറിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇതിന് താഴെ കൊടുത്തേക്കാം കേട്ടോ. ഇതിൻ്റെ പൂവിൽ മുഴുവൻ കിട്ടത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്യൂഡോമോണസ് നമ്മുടെ ചെടികളുടെ പൂവിനും ഒക്കെ നല്ലതാണ്. നല്ല രീതിയിൽ പൂവ് കൊഴിയാതിരിക്കാനും നല്ല ഭംഗിയായിട്ട് ബാക്കിയുള്ള പൂവുകളെല്ലാം നന്നായിട്ട് വിരിയാനും ഒക്കെ നല്ലതാണ്. ഈ സ്പ്രെയറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതും കൊണ്ട് എല്ലായിടവും നടക്കണ്ട കേട്ടോ. ഇതെവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് സുഖമായിട്ട് സ്പ്രേ ചെയ്യാം. ഈ ഹാൻഡിൽ നന്നായിട്ട് നീളമുള്ളത് കൊണ്ട് ഇത് എല്ലാ സ്ഥലങ്ങളിലേക്കും താഴെയും മുകളിലും എല്ലാം എത്താൻ നല്ലതാണ്. അപ്പോൾ ഇതുപോലെ ഒരെണ്ണം വാങ്ങിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. മാവിൻ്റെ ഇലയിലും എല്ലാം ഇതൊന്ന് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ബാക്കിയുള്ളത് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ദൂരെയുള്ള സ്ഥലത്താണ് അല്ലെങ്കിൽ ഹൈറ്റുള്ള മാവേലാണ് വേണ്ടതെങ്കിൽ നമുക്കിതിൻ്റെ നോസിൽ കറക്റ്റ് ചെയ്ത് നമുക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമ്മൾ സ്യൂഡോമോണസ് എല്ലാം വലുതിനും ചെറുതിനും എല്ലാത്തിനും സ്പ്രേ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ കായ് ഈച്ച അല്ലെങ്കിൽ മാമ്പഴ ഈച്ചയെ നമുക്ക് നശിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മാമ്പഴ ഈച്ചയെ നശിപ്പിക്കാനായിട്ട് നമുക്ക് മിക്കവർക്കും അറിയായിരിക്കും, എന്നാലും അറിയാൻ വയ്യാത്തവർക്കായിട്ട് ഞാൻ പറയുന്നത് നമ്മുടെ തുളസിക്കണി നല്ലതാണ്. തുളസിക്കണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആണീച്ചയും പെണ്ണീച്ചയും ഒരുപോലെ തന്നെ അട്രാക്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ഈച്ചകൾ ഇതിനകത്ത് വരികയും ഇത് നശിച്ചു പോവുകയും ചെയ്യും. അത് അത്യാവശ്യമായിട്ട് ചെയ്യണം. വലിയ വലുതെന്നല്ല, ഒട്ടും ചിലവില്ലാത്തൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കണം. ഇത് നമ്മുടെ ഈ മാവിൻ്റെ സൈഡിലായിട്ട് മാറി വലിയ മാവാണെങ്കിൽ അതിൻ്റെ ചുവട്ടിലൊക്കെ ഇടാം. ചെറുതാണെങ്കിൽ മാവിൻ്റെ ചുവട്ടിൽ നിന്ന് മാറ്റി വേണം ഇതൊന്ന് വെക്കാനായിട്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ ഈ തുളസിയാണ്. നോക്കിയേ, ഞാൻ കുറച്ച് തുളസി, നല്ല ഫ്രഷ് ആയിട്ടുള്ള തുളസി എടുത്തിട്ടുണ്ട്. അപ്പോൾ തുളസി എടുത്തു. പിന്നെ വേണ്ടത് നമുക്ക് ശർക്കരയാണ്. ശർക്കര, ലിക്വിഡായിട്ടുള്ള ശർക്കര ഞാൻ ഇവിടെ ലിക്വിഡായിട്ടുള്ള ശർക്കര ഞാൻ കുറച്ചെടുത്തു. അതുപോലെ തന്നെ കുറച്ച് സോപ്പ് ലായനി. ഇത് നമ്മുടെ സോപ്പ് ലായനി, അത് എന്ത് വേണമെങ്കിലും എടുക്കാം.
ഷാമ്പുവോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ ഉപയോഗിക്കുന്ന പാത്രം കഴുകുന്നോ എന്ത് ലിക്വിഡ് ആണെങ്കിലും സോപ്പ് ലിക്വിഡൊന്നും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് തിരുമ്മി ഇതിൻ്റെ ആ ഒരു നീര് വരത്തക്ക രീതിയിൽ അതെടുക്കുക. അപ്പോൾ ഇതെടുത്തു. ഇത് ഞാൻ ശർക്കര ലായനിയിലേക്ക് ഇട്ടിരിക്കുകയാണ്. സോപ്പ് ലിക്വിഡും കൂടെ ചേർത്ത് ഇതൊന്ന് സോപ്പ് ലിക്വിഡും കൂടെ ചേർത്തു. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് അലിയിച്ചെടുക്കാം. മണമില്ലാത്ത സോപ്പ് എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ ഈ ശർക്കരയുടെയും തുളസിയുടെയും മണം ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഈച്ചയെ അട്രാക്റ്റ് ചെയ്യുകയും പെട്ടെന്ന് ഇതിനകത്ത് വന്ന് ഈച്ച വീഴുകയും ചെയ്യും. അപ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തിൽ ഈച്ച വീണ് കിടന്നോളും. അപ്പോൾ അങ്ങനെ അത് പുറത്ത് പോകത്തുമില്ല. അപ്പോൾ അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ തുളസിക്കണി റെഡിയാണ്. അപ്പോൾ ഇതിന് 1-2 ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ ഇവിടെ ചെറുതായിട്ട് ഹോൾ ഇട്ടിട്ടുണ്ട്. ഈ മാമ്പഴ ഈച്ചയ്ക്ക് കയറാനായിട്ടുള്ള ഹോള് 1-2 ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് കയറി കഴിഞ്ഞ് ഈ വെള്ളത്തിൽ വന്ന് വീണ് അത് ചത്തുപോയിക്കോളും. അപ്പോൾ അതല്ലാതെ ഫിറമോൺ കണികളൊക്കെ